സായ്കുമാർ, ഇപ്പോൾ ദിവസങ്ങൾക്കകം തെരഞ്ഞെടുപ്പാണ്. ഏപ്രിൽ 2ാം വാരം എന്നുള്ള സൂചനകൾ ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നു. നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വിഷയങ്ങളാകും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാവുക? ശബരിമല സ്വർണ്ണക്കൊള്ള അത് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയും അത് ഉയർത്തുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പുറത്ത് അത് ഉയർത്തിയാൽ പ്രതിരോധമില്ലാത്തൊരു സാഹചര്യം CPM-നുണ്ടാകുമോ? തീർച്ചയായും സ്മൃതി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഇടതുപക്ഷം വിചാരിച്ചതിനും അപ്പുറം ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയും അതിന്റെ പ്രതിധ്വനി തെരഞ്ഞെടുപ്പ് ഫലത്തിലടക്കം നമ്മൾ കാണുകയും ചെയ്തു. ഇടതുപക്ഷം തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടി. അത് പരസ്യമായി പറഞ്ഞില്ല എങ്കിൽ പോലും അവരുടെ ചർച്ചകളിലും ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയുടെ കാരണമായി അവരും കണ്ടെത്തിയിട്ടുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ UDF-ന്റെ ക്യാമ്പിലും കോൺഗ്രസിന്റെ ക്യാമ്പിലും അവരും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തന്നെയാണ്. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സംസ്ഥാന പര്യടനമടക്കം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം മാറാൻ പോവുകയാണ്. അത് എല്ലാ ജില്ലകളിലും, അത് പത്തനംതിട്ടയോ അല്ലെങ്കിൽ കോട്ടയം ജില്ലകളിലെ മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കില്ല, സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അത് ചർച്ചയാക്കുക എന്നത് തന്നെയാണ് UDF ഉദ്ദേശിക്കുന്നത്, കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ആയുധമായി BJPയും കോൺഗ്രസും ഉപയോഗിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ, LDF-ന്റെ കയ്യിൽ എന്താണ് മറു ആയുധം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്കടക്കം നീങ്ങാൻ. ആ സമയത്ത് തന്നെയായിരിക്കും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ വരിക. ഇനിയിപ്പോൾ കേന്ദ്ര ഏജൻസി ഇതിലേക്ക് വരുമോ എന്നതടക്കമുള്ള അന്വേഷണ പുരോഗതിയും വരും നാളുകളിൽ തന്നെയാണ് വരാനിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതി എടുക്കാൻ പോകുന്ന തീരുമാനം, അതൊക്കെ ഇനി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കത്തി നിൽക്കുന്ന ഘട്ടങ്ങളിലാണ് വരേണ്ടത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും പ്രധാനപ്പെട്ട ആയുധമായി മാറാൻ പോകുന്നതും LDF-ന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത്. പത്മകുമാറിനെതിരെ അടക്കം ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതിലേക്കടക്കം പോകുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിൽ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെയായിരിക്കും ഇനി LDF നടത്താൻ പോകുന്ന ജാഥകളിലൊക്കെ നേതാക്കൾക്ക് സംസാരിക്കേണ്ടി വരിക. ഇതിനെ ക്ഷേമ പദ്ധതികളടക്കം, ഇനിയിപ്പോൾ ബജറ്റ് അടക്കം വരാനുണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ ബജറ്റ് പ്രഖ്യാപനമടക്കം ഒരു തിരഞ്ഞെടുപ്പ് ബജറ്റ് തന്നെ ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു മിനി ബജറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനേക്കാൾ കൂടിയ പ്രഖ്യാപനങ്ങൾ, ക്ഷേമ പ്രഖ്യാപനങ്ങളൊക്കെ ഇനിയുള്ള ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ട്. അപ്പോൾ ഈ വിവാദങ്ങളെ ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ട് നേരിടാൻ ഒരുപക്ഷെ സർക്കാരും LDF-ഉം ശ്രമിക്കുകയും ചെയ്യും. മറ്റൊന്ന്, വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം, അതും സർക്കാരിനും LDF-നും തിരിച്ചടി തന്നെയായിരിക്കും. ഇപ്പോഴും വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അതിനെ തള്ളിപ്പറയാൻ CPM തയ്യാറായിട്ടില്ല. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ആവർത്തിച്ച് വിദ്വേഷം പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാനോ ശക്തമായി തള്ളിപ്പറയാനോ മുഖ്യമന്ത്രി അടക്കം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ വിഷയമായി തന്നെ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്താകെ ഉണ്ട് എന്നുള്ളതാണ് UDF-ന് പ്രതീക്ഷ നൽകുന്ന വിവരം. അതുകൂടി സർക്കാരിൻ്റെ ഇതുവരെയുള്ള വിമർശനങ്ങളൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും അവർ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. LDF ആകട്ടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അവർ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ദേശീയപാതയുടെ അടക്കം പുരോഗതി, അതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. എന്തായാലും ഒരു നേർക്കുനേർ പോരാട്ടം, ഇതിൽ BJP കൂടി ശക്തമായി ഇത്തവണ മത്സരരംഗത്തേക്ക് പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായി വരുന്നു എന്നുള്ളതും പല മണ്ഡലങ്ങളിലും ഇത്തവണ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാകും എന്ന് തന്നെയാണ് സ്മൃതി. എന്തായാലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ അടക്കം തീരുമാനിച്ചുകൊണ്ട്, ഒരു തർക്കങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണയമടക്കം നേരത്തെ നടത്താനുള്ള തയ്യാറെടുപ്പിലേക്ക് UDF പോകുന്നു, കോൺഗ്രസ് പോകുന്നു. ഇപ്പോൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു പ്രതീതി പ്രവർത്തകർക്കിടയിലടക്കം ഉണ്ടാക്കാൻ പരമാവധി ഇപ്പോൾ UDF ശ്രദ്ധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം അതേ രീതിയിൽ ഒരു കെട്ടുറപ്പോടെ പ്രഖ്യാപിക്കാനായാൽ വലിയൊരു കടമ്പ UDF-ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് മറികടക്കാനാകും. LDF സ്വാഭാവികമായും ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അത്ര വലിയ പ്രതിസന്ധി സ്ഥാനാർത്ഥി പ്രഖ്യാപന കാര്യത്തിൽ അവർക്കുണ്ടാകില്ല. ഇനിയിപ്പോൾ 2 ടേമൊക്കെ ഒഴിവാക്കി ഏതൊക്കെ സ്ഥാനാർത്ഥികൾ, ഏതൊക്കെ MLA-മാർ, ഏതൊക്കെ മന്ത്രിമാർ മത്സരരംഗത്തേക്ക് വരുന്നു എന്നതൊക്കെ കൗതുകമുള്ള കാര്യമാണ്.
അതുകൊണ്ട് BJPയും ഇനിയിപ്പോൾ നരേന്ദ്രമോദിയെ തന്നെ രംഗത്തിറക്കിയായിരിക്കും അവർ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചാരണത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അങ്ങനെ ദേശീയ വിഷയവും സംസ്ഥാന വിഷയവും ഒക്കെ ആഴത്തിൽ ചർച്ചയാകുന്ന അതിശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും LDFനും UDFനും ഇത്. പ്രത്യേകിച്ച് UDFന് ഇത് ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. ഇനി ഇത്തവണയെങ്കിലും ഭരണത്തിലേറിയില്ലെങ്കിൽ ഇനി ഉണ്ടാകില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തർക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി പോകാനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്നലെ കോൺഗ്രസിന്റെ യോഗം അടക്കം പിരിഞ്ഞത്. ഇനിയിപ്പോൾ ശരിയാണ്. ഈ രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി വിഷയം. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി BJP എത്തിയെന്നൊരു വാർത്തയും കൂടി ഈ നിമിഷം വരികയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വസ്തുതകൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിക്കരുത് എന്ന് BJP നേതാക്കൾ പറയുമ്പോൾ BJPയുടെ വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനകൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ അത് പൂർണ്ണമായും തള്ളാനുള്ള തീരുമാനത്തിലേക്ക് CPIM പോകുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. കാരണം വെള്ളാപ്പള്ളിക്ക് നൽകിയ പിന്തുണ അത് തിരിച്ചടിയായി എന്ന വിലയിരുത്തലിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടി വരും.